ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 24-ാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയ ജില്ലകളിൽ നാളെ മുതലാണ് ഇളവുകൾ വരുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു വർഷമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യകിറ്റുകളുടെ വിതരണം വീണ്ടും തുടരും എന്നാണ് പുതിയ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസവും അടുത്ത മാസവും മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കിറ്റുകൾ. ഈ ഒരു കോവിഡിന്റെ പ്രതിസന്ധി എത്ര കാലമാണോ തുടരുന്നത് അത്രയും കാലം ഭക്ഷ്യകിറ്റുകളുടെ വിതരണം തുടരും എന്നാണ് നമ്മുടെ പുതിയ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള 𝗍𝗍 വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുവിതരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കും. സ്മാർട്ട് കാർഡുകളുടെ വിതരണമൊക്കെ ഉടൻ തന്നെ തുടങ്ങും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചാനലുകളോടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കുക. റേഷൻ വിതരണത്തെ കുറിച്ച് പറയാം. റേഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണ്. അവർക്ക് റേഷൻ കടയിൽ പോവാൻ കാർഡിന്റെ അവസാന അക്ക നമ്പർ നോക്കേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റ അക്ക നമ്പറിൽ അവസാനിക്കുന്ന കാർഡുള്ളവർക്കും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇരട്ട അക്കം നമ്പറിൽ അവസാനിക്കുന്നവർക്ക് മാത്രമായിരിക്കും റേഷൻ വിതരണം മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ തന്നെ റേഷൻ കടയിൽ പോകണമെന്ന് മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസർ കെ രാജീവ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിന്റെ അവസാന വിതരണമാണ് നടക്കുന്നത്. ഉള്ള ദിവസങ്ങൾ പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ ഉടൻ തന്നെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റു ജില്ലകളിലുള്ള ആളുകളും ശ്രദ്ധിക്കണം. ഇനി ഏകദേശം ഒരു ആഴ്ച മാത്രമാണ് ഈ വിഹിതങ്ങളുടെ വിതരണം ഉണ്ടാകുക. വിഷു കിറ്റ് കൈപ്പറ്റാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരാഴ്ച മാത്രമാണ് അതിന് സമയമുള്ളത്. അത് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടില്ല, അത് ലാപ്സായി പോകും. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും, കേന്ദ്ര വിഹിതമായിട്ടുള്ള ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക. പഞ്ചസാരയ്ക്ക് 21 രൂപ നൽകേണ്ടി വരും. പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതമായിട്ടും കാർഡുമയുള്ള വിഹിതമായിട്ടും 4 കിലോ അരി വീതം, അങ്ങനെ 8 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യലായിട്ട് 10 കിലോ അരി 15 രൂപ നിരക്കിലുണ്ട്. കോവിഡ് 2ാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചതല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അവർക്ക് സ്പെഷ്യലായിട്ട് കിറ്റ് മാത്രമേ ഉള്ളൂ. വിഷു കിറ്റ് കൈപ്പറ്റാൻ ബാക്കിയുള്ള നീല വെള്ള കാർഡുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉടൻ തന്നെ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് വിഷു കിറ്റ് എന്ന് പറയുമ്പോൾ സോപ്പൊക്കെ ഉള്ള കിറ്റാണ്, അത് മനസ്സിലാക്കുക. സോപ്പൊക്കെ ഉള്ള കിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിറ്റ് വിഷു കിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പം അത് പോയിട്ട് നിങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒരാഴ്ചയാണ് അതിന്റെ വിതരണം ഉള്ളത്. റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അത് പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ റേഷൻ കാർഡിന്റെ അവസാന അക്ക നമ്പർ നോക്കി റേഷൻ കടയിൽ പോവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പിടിച്ചെടുക്കുകയും ദുരന്ത നിവാരണ നിയമപ്രകാരം നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയ ജില്ലകളിലുള്ള ഇളവുകൾ നാളെ മുതൽ നിലവിൽ വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇളവുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ലോക്ക്ഡൌൺ ഒഴിവാക്കിയ ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ്. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുകയാണ്. അത് അവിടെ ഈ പറയുന്ന കാര്യം ബാധകമല്ല. അപ്പോൾ റോഡ് അടച്ചിട്ടുള്ള നിയന്ത്രണം ഒഴിവാക്കി. പൊതുഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല. പുറത്തിറങ്ങാൻ പോലീസ് പാസോ സത്യവാങ്മൂലമോ വേണ്ടിവരും. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെ പ്രവർത്തിക്കും. പാർസൽ സൗകര്യവും ഹോം ഡെലിവറി സൗകര്യവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തട്ടുകടകൾക്ക് പ്രവർത്തന അനുമതിയില്ല. പാൽ, പച്ചക്കറി, പഴം, മത്സ്യം, മാംസം, കാലിത്തീറ്റകൾ ഇവയൊക്കെ വിൽക്കുന്ന കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. മരുന്നിനും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആളുകൾക്കും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാം. ബാങ്കുകൾ ഉൾപ്പെടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങളെല്ലാം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമായിരിക്കും പ്രവർത്തനം ഉണ്ടായിരിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും പ്രവർത്തിക്കാം. മറ്റു ജില്ലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. വർക്ക്ഷോപ്പുകൾ ശനി, ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിക്കാം. സമുദായ, രാഷ്ട്രീയ, മത, കായിക കൂടിച്ചേരലുകളും അനുവദിക്കുന്നതല്ല.
വിവാഹം, മരണം എന്നിവ കോവിഡ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത് 20 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുകയുള്ളൂ. വസ്ത്ര വിൽപ്പനശാലകൾ, ജ്വല്ലറികൾക്ക് ഓൺലൈൻ വ്യാപാരവും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാക്കാം. വിവാഹ പാർട്ടികൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ 1 മണിക്കൂറത്തെ അനുമതിയുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പൈനാപ്പിൾ തോട്ടങ്ങളിൽ പണിയെടുക്കാം. എഞ്ചിനീയർമാർക്കും സൂപ്പർവൈസർമാർക്കും അവരുടെ സൈറ്റിലേക്കും ഓഫീസുകളിലേക്കും യാത്ര ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അവരുടെ ഐഡന്റിറ്റി കാർഡ് വരും. ടെലികോം ടവർ ജീവനക്കാർക്കും ജോലി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇളവുകളാണ് നാളെ മുതൽ ഉള്ളത്. ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും